വെൽക്കം ടു പോസിറ്റീവ് വൈബ്സ് ഓർ പോസിറ്റീവ് ലൈഫ്. നമ്മുടെ ഓരോ ദിവസവും നല്ല പ്രൊഡക്റ്റീവായിട്ട് മുന്നോട്ട് പോകാൻ കഴിഞ്ഞാൽ ലൈഫിൽ നമുക്ക് തീർച്ചയായിട്ടും സക്സസ്ഫുൾ ആവാനായിട്ട് പറ്റും. ഓരോ ദിവസവും പ്രൊഡക്റ്റീവ് ആക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന കുറച്ച് ടിപ്സാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത്. ഒന്നാമതായിട്ട്, ഒരു ദിവസം പ്രൊഡക്റ്റീവ് ആകണമെങ്കിൽ നമ്മൾ തലേന്ന് രാത്രി തന്നെ എല്ലാ കാര്യങ്ങളും ഒന്ന് ഓർഗനൈസ് ചെയ്ത് വെക്കണം. അതിനായിട്ടൊരു അരമണിക്കൂർ നമുക്ക് മാറ്റിവെക്കാം. ജസ്റ്റ് നിങ്ങളുടെ റൂമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യുക. അതുപോലെ നിങ്ങൾ വീട്ടിലിരുന്ന് വർക്ക് ചെയ്യുന്ന ആളുകളാണെങ്കിൽ നിങ്ങളുടെ വർക്ക് സ്പേസ് ഒക്കെ ഒന്ന് ഓർഗനൈസ് ചെയ്ത് വെക്കുക. പിന്നെ നിങ്ങൾ രാവിലെ മുതൽ ചെയ്യേണ്ട കാര്യങ്ങളുടെ ഒരു ടു ഡു ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യുക. എന്തൊക്കെ ചെയ്യണമെന്ന് പോയിൻ്റ് ബൈ പോയിൻ്റ് ആയിട്ട് ഒന്ന് എഴുതി വയ്ക്കുക. അതുപോലെ തന്നെ നേരത്തെ കിടന്ന് ഉറങ്ങാനായിട്ട് ട്രൈ ചെയ്യുക. കാരണം രാത്രിയിൽ നേരത്തെ കിടന്നെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് രാവിലെ ഉന്മേഷത്തോടെ എഴുന്നേറ്റ് നിങ്ങളുടെ ആ ദിവസത്തെ കാര്യങ്ങളൊക്കെ പ്രൊഡക്റ്റീവായിട്ട് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. രണ്ടാമതായിട്ട്, രാവിലെ ഒരു 5 മണിക്കും 6 മണിക്കും ഇടയിലെങ്കിലും നിങ്ങൾ എഴുന്നേൽക്കാനായിട്ട് ട്രൈ ചെയ്യുക. ഒരുപാട് സമയം നിങ്ങൾ കിടന്ന് ഉറങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു ദിവസത്തെ ഒരു കാര്യങ്ങളും നല്ല രീതിയിൽ ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ രാവിലെ ഒരു 5 മണിക്കെങ്കിലും നിങ്ങൾ എഴുന്നേൽക്കാനായിട്ട് ട്രൈ ചെയ്യുക. എഴുന്നേറ്റ് കഴിഞ്ഞ് ആദ്യത്തെ ഒരു അരമണിക്കൂർ നേരത്തേക്ക് നിങ്ങളൊരു റൊട്ടീൻ സെറ്റ് ചെയ്യുക. അതായത് ഡെയിലി നിങ്ങൾ ഇതേ കാര്യങ്ങൾ തന്നെ ഫോളോ ചെയ്യുക. എഴുന്നേറ്റ് ഉടനെ തന്നെ നന്നായിട്ടൊന്ന് ചിരിക്കുക. ഇന്നത്തെ ദിവസം എനിക്ക് ഏറ്റവും നല്ല ദിവസമായിരിക്കും. ഈ ദിവസം എല്ലാ കാര്യങ്ങളും നല്ല കോൺഫിഡൻ്റ് ആയിട്ട് എനിക്ക് ചെയ്യാനായിട്ട് പറ്റും. ഇങ്ങനെയൊക്കെ നിങ്ങൾ നിങ്ങളോട് തന്നെ പോസിറ്റീവായിട്ട് കുറച്ച് അഫർമേഷൻസ് ഒക്കെ പറയുക. ഇനി എഴുന്നേറ്റ ഉടനെ തന്നെ ഒരു 2 ഗ്ലാസ് ഇളം ചൂടുവെള്ളം കുടിക്കാനായിട്ട് ട്രൈ ചെയ്യുക. ഇത് നിങ്ങളുടെ ഇൻറ്റേർണൽ ഓർഗൻസ് ഒക്കെ ഒന്ന് ആക്റ്റീവ് ആകാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഇനി ഒരു 10 മിനിറ്റ് നേരമെങ്കിലും ബോഡി സ്ട്രെച്ച് ചെയ്യുന്ന രീതിയിൽ എന്തെങ്കിലും ചെറിയ എക്സസൈസ് ചെയ്യുക. നിങ്ങൾക്ക് വർക്കൗട്ട് ചെയ്യുന്നവർക്ക് അത് ചെയ്യാം, അല്ലെങ്കിൽ ചെറിയ രീതിയിൽ എന്തെങ്കിലും എക്സസൈസോ യോഗയോ എന്ത് വേണമെങ്കിലും ചെയ്യാം. ഏറ്റവും കുറഞ്ഞത് ഒരു 10 മിനിറ്റെങ്കിലും നിങ്ങളിത് ചെയ്തിരിക്കണം. അതുപോലെ തന്നെ നിങ്ങളുടെ മനസ്സിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് മെഡിറ്റേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ബ്രീതിങ് എക്സസൈസ് ചെയ്യാം. ഇങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം നിങ്ങളൊരു 10 മിനിറ്റ് ചെയ്യുക. ഇങ്ങനെ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ മൈൻഡ് നല്ല കാം ആവാനായിട്ടത് ഹെൽപ്പ് ചെയ്യും. പിന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, രാവിലെ എഴുന്നേറ്റ ഉടനെ തന്നെ ഒരു ഹെൽത്തി ആയിട്ടുള്ള ഡ്രിങ്ക് കഴിക്കാം. അതായത് കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ്, നട്ട്സ്, എന്തെങ്കിലും ഫ്രൂട്ട്സ് ഇതൊക്കെ ആഡ് ചെയ്ത് ഹെൽത്തി ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ഹെൽത്തി ഡ്രിങ്ക് കഴിക്കുന്നത് വളരെ നല്ലതാണ്. കാരണം അന്നത്തെ ആ ഒരു ദിവസത്തെ മൊത്തം ഊർജ്ജവും നിങ്ങൾക്ക് അതിൽ നിന്ന് കിട്ടും. അടുത്തതായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ആ ഒരു ദിവസം മുഴുവൻ നിങ്ങൾക്ക് പ്രൊഡക്റ്റീവായിട്ടിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് ഏറ്റവും ഹെൽത്തി ആയിരിക്കണം. ബ്രേക്ക്ഫാസ്റ്റ് ഒരു കാരണവശാലും നിങ്ങൾ അവോയ്ഡ് ചെയ്യാൻ പാടില്ല. കാരണം ഇത് നമ്മുടെ ബ്രെയിൻ ഫുഡാണ്. അപ്പോൾ അത് മാക്സിമം പ്രോട്ടീൻ റിച്ച് ആയിരിക്കാനായിട്ട് ട്രൈ ചെയ്യുക. ഇനി നിങ്ങൾ നിങ്ങളുടെ ടു ഡു ലിസ്റ്റ് എടുക്കുക. ഒന്നെങ്കിൽ നിങ്ങൾ രാത്രിയിൽ കിടക്കുന്നതിന് മുമ്പ് ടു ഡു ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്ത് വെക്കുക, അല്ലെങ്കിൽ രാവിലെ എഴുന്നേറ്റ ഉടനെ തന്നെ ടു ഡു ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യുക. എന്നിട്ട് അതിൽ നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ എഴുതിയിട്ടുണ്ടാവും. ഇന്നത്തെ ദിവസം എനിക്ക് ചെയ്യാൻ വേണ്ടി മിനിമം ഒരു 10 കാര്യങ്ങൾ എഴുതിയിട്ടുണ്ടെന്ന് വയ്ക്കുക. അപ്പോൾ അതിൽ നിന്ന് 3 കാര്യങ്ങൾ പ്രയോറിറ്റൈസ് ചെയ്ത് മാറ്റി എഴുതുക. ഏറ്റവും അത്യാവശ്യമായിട്ട് എനിക്കിന്ന് ചെയ്തു തീർക്കേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 3 കാര്യങ്ങൾ. അങ്ങനെ 3 കാര്യങ്ങൾ നിങ്ങൾ പ്രയോറിറ്റൈസ് ചെയ്ത് കഴിഞ്ഞാൽ അതിലേറ്റവും ഡിഫിക്കൽട്ട് ആയിട്ടുള്ള കാര്യം എന്താണോ അത് നിങ്ങൾ ആദ്യം ചെയ്യുക. കാരണം ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം ഉണ്ടെങ്കിൽ അതായിരിക്കും നമ്മുടെ മനസ്സിൽ ഫുൾ ടൈം കിടക്കുക. അത് ചെയ്യണമല്ലോ എന്ന ആ ഒരു വിഷമം നമുക്കുണ്ടാവും. അതേസമയം ആ ഒരു കാര്യം നമ്മൾ ആദ്യം തീർത്ത് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ വല്ലാത്തൊരു സമാധാനമായിരിക്കും ഫീൽ ചെയ്യുന്നത്. ഏറ്റവും പാടുള്ള ആ ഒരു കാര്യം ഞാൻ ചെയ്തു കഴിഞ്ഞു, ഇനി എനിക്ക് ഇന്നത്തെ എല്ലാ കാര്യവും നന്നായിട്ട് ഹാൻഡിൽ ചെയ്യാനായിട്ട് പറ്റും. അങ്ങനെ നമുക്ക് തിങ്ക് ചെയ്യാനായിട്ട് പറ്റും. അടുത്തതായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ ഒരു കാരണവശാലും മൾട്ടി ടാസ്കിങ്ങിലേക്ക് പോവരുത്. അതായത് ഒരേ സമയം പല കാര്യങ്ങൾ ചെയ്യാതിരിക്കുക. നിങ്ങൾ എല്ലാ കാര്യത്തിനും ഒരു ടൈം ഷെഡ്യൂൾ വയ്ക്കുക. ഒരു കാര്യം ചെയ്യുമ്പം അതിൽ മാത്രം കംപ്ലീറ്റ് കോൺസെൻട്രേഷൻ കൊടുത്ത് ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു കാര്യവും നടക്കില്ല, ഈ ഒരു കാര്യവും നടക്കില്ല. ഒന്നും നല്ല രീതിയിൽ നമുക്ക് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ നിങ്ങൾ ഒരു അരമണിക്കൂർ ഓരോ കാര്യത്തിനായിട്ട് മാറ്റി വയ്ക്കുക. ആ ഒരു ടൈം ഷെഡ്യൂളിൽ ആ ഒരു കാര്യം മാത്രം നിങ്ങൾ ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് നല്ല പ്രൊഡക്റ്റീവായിട്ട് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് മൈൻഡ്ഫുൾനെസ്. അതായത് നിങ്ങൾ എന്ത് ചെയ്യുന്നോ അതിൽ ഫുൾ കോൺസെൻട്രേഷൻ കൊടുക്കുക.
ഇപ്പം നിങ്ങൾ ഫുഡ് കഴിക്കുകയാണെങ്കിൽ ആ ഫുഡിൽ മാത്രം ശ്രദ്ധിക്കുക. നിങ്ങൾ ഫോൺ നോക്കുകയാണെങ്കിൽ ആ ഒരു ഫോണിൽ മാത്രം ശ്രദ്ധിക്കുക. അതുപോലെ നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ ആ ഒരു കാര്യത്തിൽ മാത്രം ശ്രദ്ധിക്കുക. പ്രസൻറ്റിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക. ഇങ്ങനെ ചെയ്താൽ തന്നെ നമ്മുടെ ലൈഫ് നല്ല പ്രൊഡക്റ്റീവായിട്ട് മാറും. അതുപോലെ തന്നെ ഇപ്പോൾ ഒരു കാര്യം നിങ്ങൾ ചെയ്യാനിരുന്നു, 1 മണിക്കൂർ കഴിഞ്ഞു, 2 മണിക്കൂർ കഴിഞ്ഞു, 3 മണിക്കൂർ കഴിഞ്ഞു, തീരുന്നില്ല. വീണ്ടും നിങ്ങൾ അത് തന്നെ ചെയ്തുകൊണ്ടിരുന്നാൽ അന്നത്തെ ആ ദിവസത്തെ ഒരു കാര്യവും നിങ്ങൾക്ക് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ നിങ്ങൾ ഒരു ടൈം ബ്ലോക്കിംഗ് സിസ്റ്റം ഉണ്ടാക്കുക. അതായത് ഒരു കാര്യത്തിന് വേണ്ടി ഞാൻ ഒരു 1 മണിക്കൂർ മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ ആ സമയത്ത് മാത്രം അത് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾ നല്ലൊരു പുസ്തകം വായിക്കാനായിട്ട് എടുത്തു അത് നിങ്ങളൊരു 20 മിനിറ്റ്സ് ആണ് വായിക്കാനായിട്ട് നിങ്ങളുടെ ബ്ലോക്കിംഗ് സിസ്റ്റത്തിൽ മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നതെങ്കിൽ, അത് കഴിഞ്ഞ് നിങ്ങൾക്കത് ഇഷ്ടപ്പെട്ടു, ഓക്കെ, അതൊരു 1 അവറായി 2 അവറായി അങ്ങനെ പോയി കഴിഞ്ഞാൽ വേറെ ഒരു കാര്യവും നമ്മുടെ നടക്കില്ല. അപ്പോൾ നിങ്ങൾ കറക്റ്റ് ആ 20 മിനിറ്റ്സ് ആകുമ്പം ആ ബുക്ക് എവിടെ എത്തിയോ അവിടെ സ്റ്റോപ്പ് ചെയ്യുക. വീണ്ടും അടുത്തത് നാളെ അതിൻ്റെ ബാക്കി വായിക്കുക. അങ്ങനെ എല്ലാം ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോവുക. ഇനി നിങ്ങൾ ഓരോ കാര്യങ്ങളും ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളുടെ ആ ഒരു ടു ഡു ലിസ്റ്റിൽ അത് ടിക്കിട്ട് വിടുക. അങ്ങനെ ടിക്കിടുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു സന്തോഷമുണ്ടല്ലോ, അത് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് മനസ്സിലാവൂ. അപ്പോൾ ആ ഒരു ടാസ്ക് എൻ്റെ കംപ്ലീറ്റ് ആക്കിയല്ലോ എന്നുള്ള ഒരു സമാധാനം നമുക്ക് കിട്ടും. പിന്നെ നമുക്ക് ഡിസ്ട്രാക്ഷൻസ് ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു കാര്യവും നല്ല രീതിയിൽ ചെയ്യാനായിട്ട് പറ്റില്ല. ഡിസ്ട്രാക്ഷൻ ഉണ്ടാക്കുന്ന മെയിൻ ആയിട്ടുള്ള ഒന്നാണ് നമ്മുടെ മൊബൈൽ ഫോൺ. നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാനായിട്ട് ഇരിക്കുമ്പോഴായിരിക്കും ഒന്നെങ്കിൽ ഒരു കോള് വരുന്നത്, അല്ലെങ്കിൽ ഒരു മെസ്സേജ് വരുന്നത്, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ നോട്ടിഫിക്കേഷൻസ് വരുന്നത്. പിന്നെ നമ്മൾ അതിൻ്റെ പിന്നാലെ പോയി നമ്മുടെ ആ ഒരു സമയം മുഴുവൻ അങ്ങനെ വെറുതെ വേസ്റ്റായി പോകും. അപ്പോൾ ഈ ഡിസ്ട്രാക്ഷൻ ഉണ്ടാക്കുന്ന കാര്യങ്ങൾ എന്താണെങ്കിലും, അതിന് മൊബൈൽ ഫോൺ ആണെങ്കിലും ടെലിഫോൺ ആണെങ്കിലും ടെലിവിഷൻ ആണെങ്കിലും ഏതെങ്കിലും ആളുകളാണെങ്കിലും എല്ലാം നമ്മൾ മാറ്റി വയ്ക്കാനായിട്ട് ട്രൈ ചെയ്യുക. നമ്മളിപ്പോൾ ഒരു 1/2 മണിക്കൂർ നേരം ഒരു കാര്യം ചെയ്യുമെന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ അത് തീരാതെ വേറൊന്നിലേക്ക് നിങ്ങൾ ഇൻവോൾവ് ആകാതിരിക്കുക. അപ്പോൾ ഡിസ്ട്രാക്ഷൻ ഉണ്ടാക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങളുടെ അടുത്ത് നിന്നൊന്ന് മാറ്റി വയ്ക്കുക. മൊബൈൽ ഫോണൊക്കെ സൈലൻ്റ് ആക്കി മാറ്റി വയ്ക്കുക. ഇപ്പോൾ കുട്ടികളുള്ള അമ്മമാരൊക്കെ പറയും, ഞങ്ങൾക്ക് കുട്ടികളെയും കൊണ്ട് ഈ ഒരു കാര്യം ഒന്നും നടക്കില്ല, അവരെപ്പോഴും കൂടെ ഉണ്ടാവും, അല്ലെങ്കിൽ അവരുടെ കാര്യങ്ങളൊന്നും ഒരു ഓർഡറിലല്ല പോകുന്നത്, അവർ കറക്റ്റ് സമയത്ത് ഉറങ്ങില്ല, അതുപോലെ രാവിലെ എഴുന്നേക്കില്ല, ആകെ മൊത്തത്തിൽ പ്രോബ്ലമാണ്. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താ? ആദ്യം കുട്ടികളെ തന്നെ അവരുടെ ടൈം ഒന്ന് ഷെഡ്യൂൾ ചെയ്ത് കൊടുക്കുക. അവർ ആ ഒരു ടൈമുമായിട്ട് അഡ്ജസ്റ്റഡ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ എല്ലാ കാര്യങ്ങളും വളരെ സിമ്പിളായിട്ട് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. ഇപ്പോൾ എൻ്റെ ഒരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ, എൻ്റെ മോനിപ്പോൾ 8 വയസ്സായി. അപ്പം മോൻ ചെറുപ്പത്തിൽ തീരെ ഉറങ്ങില്ലായിരുന്നു. അവൻ രാത്രിയിലൊക്കെ എഴുന്നേറ്റിരിക്കും. രാത്രി ചിലപ്പോൾ 2 മണി 3 മണിയൊക്കെ ആവും അവൻ ഉറങ്ങുമ്പം. അപ്പോൾ അങ്ങനെ വന്നു കഴിയുമ്പം എനിക്ക് പിറ്റേന്ന് രാവിലെ എഴുന്നേൽക്കാൻ പറ്റില്ല, ഒരു കാര്യവും ഓർഡറിൽ ചെയ്തു പോകാനായിട്ട് പറ്റില്ല. അങ്ങനൊരു സിറ്റുവേഷൻ കുറച്ചങ്ങ് പോയപ്പോൾ ഞാൻ അവനൊരു ടൈം ഷെഡ്യൂൾ ഉണ്ടാക്കി കൊടുത്തു. അതായത് രാവിലെ അവനെ നേരത്തെ എഴുന്നേൽപ്പിക്കും, ഒരു 5:30-6 മണിക്കുള്ളിൽ ആൾ എഴുന്നേക്കും. അതുപോലെ വൈകുന്നേരം ഒരു 8:30-9 ഉറങ്ങുന്ന രീതിയിലേക്ക് അവൻ്റെ ടൈം ഷെഡ്യൂൾ ചെയ്ത് കൊടുത്തു. ഇത് നമ്മൾ തന്നെ പതിയെ പതിയെ പ്രാക്ടീസ് ചെയ്ത് കുട്ടികളെ ശീലിപ്പിച്ചെടുക്കേണ്ടതാണ്. എന്നെക്കൊണ്ട് പറ്റുമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെക്കൊണ്ടും അതിന് കഴിയും. അപ്പോൾ നിങ്ങൾ കറക്റ്റായിട്ടുള്ള സമയം കുട്ടികൾക്ക് ഉറങ്ങാനായിട്ടും എഴുന്നേൽക്കാനായിട്ടും അതുപോലെ ഓരോ കാര്യങ്ങൾക്കും അവർക്കും ഒരു ടൈം ഷെഡ്യൂൾ നിങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക. ഇനി എല്ലാ ദിവസവും നമുക്ക് ആർക്കും ഒരുപോലെ ആവില്ല. ഇപ്പോൾ ചില ദിവസങ്ങളിൽ നമുക്കൊന്നും ചെയ്യാനായിട്ടൊരു എനർജി ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെയുള്ള ദിവസങ്ങൾ പോട്ടെ, നമ്മളൊക്കെ മനുഷ്യരാണ്. അപ്പോൾ നമുക്കൊക്കെ ഇങ്ങനത്തെ പ്രോബ്ലംസ് ഉണ്ടാവാം. അങ്ങനെ എന്തെങ്കിലും വന്നാൽ 1-2 ദിവസം നിങ്ങൾക്ക് എല്ലാത്തിൽ നിന്നും ബ്രേക്ക് എടുത്ത് സമാധാനത്തോടെ റെസ്റ്റ് എടുത്തിരിക്കാം. അത് കഴിഞ്ഞ് വീണ്ടും നെക്സ്റ്റ് ഡേ റീസ്റ്റാർട്ട് ചെയ്യണം എന്ന് മാത്രം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നമ്മുടെ ഡെയിലി ലൈഫ് എങ്ങനെ പ്രൊഡക്റ്റീവായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാം എന്നാണ് ഷെയർ ചെയ്തത്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെങ്കിൽ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ബോക്സിൽ കൊടുക്കുക. വീണ്ടും പുതിയൊരു വീഡിയോയുമായിട്ട് കാണാം. ബൈ.